ആത്മകഥാ വിവാദത്തിൽ വ്യക്തതയില്ലാതെ ഇ.പി. ജയരാജന്റെ മൊഴി. പ്രചരിച്ച ഭാഗങ്ങളിൽ തന്റേതല്ലാത്ത ഭാഗങ്ങൾ ഏതെന്ന് വ്യക്തത വരുത്തിയില്ല. രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമില്ല. ആത്മകഥ ചോർന്നത് DC-യിൽ നിന്ന് തന്നെയെന്ന് കോട്ടയം SP-യുടെ റിപ്പോർട്ട്. CPM നേതാവ് ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ കോട്ടയം SP DGP-ക്ക് നൽകിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ അറിയേണ്ട ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. പുസ്തകത്തിന്റെ പുറത്തുവന്ന ഭാഗങ്ങളിൽ ചിലത് തന്റേതല്ല എന്ന് ഇ.പി. ജയരാജൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ അവ ഏതൊക്കെയാണ് എന്ന് വ്യക്തതയില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം പുറത്തുവന്ന LDF സ്ഥാനാർത്ഥി P. സരിനും സർക്കാരിനുമെതിരെയുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതാണോ എന്നും അവ്യക്തം. ഇ.പി.യെ സഹായിച്ച പത്രപ്രവർത്തകന്റെ മൊഴിയും അവ്യക്തമാണ്. പുസ്തകത്തിന്റെ പൂർണ്ണ രൂപം പുറത്തുപോയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു ഇ.പി. ജയരാജന്റെ ആരോപണം. എന്നാൽ റിപ്പോർട്ടിൽ ഗൂഢാലോചനയെക്കുറിച്ച് പരാമർശമില്ല. പുസ്തകത്തിന്റെ PDF ചോർന്നത് DC ബുക്സിൽ നിന്നാണെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. DC ബുക്സിനും ഇ.പി. ജയരാജനും ആത്മകഥ എഴുതാൻ സഹായിച്ച മാധ്യമപ്രവർത്തകനും മാത്രമാണ് PDF ലഭ്യമായിരുന്നത്. ഇതിൽ ജയരാജന് നൽകിയ കോപ്പിയല്ല പ്രചരിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇങ്ങനെ SP-യുടെ റിപ്പോർട്ട് അവ്യക്തവും അപൂർണവുമായതിനാൽ DGP മടക്കിയിരുന്നു. ജനം, കോട്ടയം.